ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്രോസർപൈൻ എന്നുള്ള പെയിൻറ്റിങ്ങിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ പ്രോസർപൈൻ എന്നുള്ള പോയത്തിൻ്റെ അനാലിസിസും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇത് രണ്ടും ചെയ്തത് ഡാൻഡെ ഗബ്രിയേൽ റോസറ്റിയാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ തൊട്ട് മുകളിലോട്ട് മാറ്റി ഇദ്ദേഹം ഒരു സോണറ്റ് പോലെ എഴുതിയിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൽ തന്നെ എൻഗ്രേവ്ഡ് ആണ് ഈ ഒരു സോണറ്റ്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങും ആദ്യമേ നമ്മൾ എക്സാമിൻ ചെയ്യണം, എന്നിട്ട് നമ്മൾ സോണറ്റിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹൂ ഈസ് ഡാൻഡെ ഗബ്രിയേൽ റോസറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഡാൻഡെ ഗബ്രിയേൽ റോസറ്റി എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് ബ്രദർഹുഡിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്നാണ്. ഓക്കെ, ഈ പ്രീ റാഫലൈറ്റിസം അല്ലെങ്കിൽ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്നത് 1848 തുടങ്ങിയ ഒരു ഫൗണ്ടേഷനാണ്. അതിനെ PRB എന്ന് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കാം. അപ്പോൾ ഇതിനകത്ത് ഡാൻഡെ ഗബ്രിയേൽ റോസറ്റി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ സിസ്റ്ററായിട്ടുള്ള ക്രിസ്റ്റീന റോസറ്റി വരുന്നുണ്ട്, പിന്നെ JE മില്ലേഴ്സ് വരുന്നുണ്ട്, WH ഹണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവർ ഇത്രയും പേരും ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഫേൽ എന്നുള്ള പോയറ്റിൻ്റെ അതായത് റാഫേൽ എന്ന പോയറ്റിൻ്റെ ഇറയ്ക്ക് മുന്നേ വന്ന പോയട്രിയെ നല്ല രീതിയിൽ അഡ്മയർ ചെയ്ത് ആ ഒരു കൈൻഡ് ഓഫ് പോയട്രിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. റാഫേൽ എന്നുള്ള പോയറ്റിൻ്റെ മുന്നിലത്തെ, അതായത് പിന്നെ ആ ഒരു കൈൻഡ് ഓഫ് പീരീഡിന് മുന്നേ ഉള്ള പെയിൻറ്റിങ് എങ്ങനെയായിരുന്നു, അതാണ് പ്രീ റാഫേൽ എന്ന് പറയുന്നത്. റാഫേലിൻ്റെ മുന്നിലത്തെ പീരീഡ് എങ്ങനെയായിരുന്നു, ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെയായിരുന്നു, ആ ഒരു കൈൻഡ് ഓഫ് പെയിൻറ്റിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവർ ഈ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നേച്ചർ, അതിൻ്റെ എലിമെൻറ്റ്സ്, പിന്നെ ലിറ്ററേച്ചറും പെയിൻറ്റിങ്ങും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള പെയിൻറ്റേഴ്സും അതുപോലെ തന്നെ പോയറ്റ്സും കൂടിയാണ് ഇവരെന്ന് പറയുന്നത്. ഇവർ വിക്ടോറിയൻ ആർട്ട് അല്ലെങ്കിൽ വിക്ടോറിയൻ റൈറ്റിങ്ങിന് എതിരെ കൊണ്ടുവന്ന ഒരു മൂവ്മെൻറ്റാണ് പ്രീ റാഫലിറ്റിസം എന്ന് പറയുന്നത്. പിന്നീട് ജോൺ റസ്കിൻ എന്ന് പറയുന്ന റൈറ്ററും കൂടി ഇതിനെ ചാമ്പ്യൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു മൂവ്മെൻറ്റിനെ. ഇവർക്ക് മെഡീവലിസം അല്ലെങ്കിൽ ഈ മെഡീവൽ മിത്ത്, വളരെയധികം സെൻഷ്വാലിറ്റി, പിന്നെ അങ്ങനെയുള്ള, അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് ഈ മൈനർ ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിച്ച് വരച്ച് വെക്കുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ്, ഡീറ്റെയിലിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇവർ. മെഡീവലിസത്തിലോട്ടും മിത്തിലോട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടും അതുപോലെ തന്നെ സെൻഷ്വലിസം, ഇതിലെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ പെയിൻറ്റേഴ്സാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാൻഡെ ഗബ്രിയേൽ റോസറ്റി എന്ന് പറയുന്നതാണ്, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഫൗണ്ടറാണ് ഈ PRB, അതായത് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡിൻ്റെ. അദ്ദേഹം പോയറ്റുമാണ്, പെയിൻറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് നമുക്ക് ടെന്നിസൺ, ക്രിസ്റ്റീന റോസറ്റി ഇവരുടെയൊക്കെ വർക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അപ്പം നമുക്ക് ഈ ഒരു പഠിക്കാനുള്ള ഒരു പെയിൻറ്റിങ്, നമുക്കൊരു സോണറ്റ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കാര്യവും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ടും പ്രോസർപൈൻ എന്നാണ് പെയിൻറ്റിങ്ങിൻ്റെ പേരും അതുപോലെ തന്നെ സോണറ്റിൻ്റെ പേരും. അപ്പം നമുക്ക് എന്താണ് പ്രോസർപൈൻ എന്നുള്ളത് നോക്കാം. അപ്പം പ്രോസർപൈൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സോണറ്റുമാണ്, അതൊരു പെയിൻറ്റിങ്ങും കൂടിയാണ്. പിന്നെ ഇത് ഡാൻഡെ ഗബ്രിയേൽ റോസറ്റിയാണ് 1874 പെയിൻറ്റ് ചെയ്തത്. ആൻഡ് ഒരു ഓയിൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ ഇത്. അത് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ബ്രിട്ടനിലുള്ള ടേറ്റ് ഗാലറിയിലാണ്. ആൻഡ് ഈ പ്രോസർപൈൻ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മിത്തിക്കൽ വേൾഡ്, മെഡീവലിസം, ഇതൊക്കെയാണ് ഇവർക്ക് പോർട്രേ ചെയ്യാൻ താല്പര്യമുള്ളത്. ഈ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡിനകത്തുള്ള ആളുകൾ, മെമ്പേഴ്സിന് ചെയ്യാൻ താല്പര്യം. ഈ പ്രീ റാഫലൈറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു പോയട്രിയും അല്ലെങ്കിൽ ഈ ഒരു പെയിൻറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. അതൊരു ഗ്രീക്ക് ഗോഡസ് ആണ് ആര്, പ്രോസർപൈൻ എന്ന് പറയുന്നത്. അവർ അണ്ടർ വേൾഡിൽ ഉള്ള ഒരു ഗ്രീക്ക് ഗോഡസ് ആണ്. ഓക്കെ, ഇനി ഇവരെങ്ങനെയാണ് ഈ അണ്ടർ വേൾഡിൽ എത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അപ്പോൾ ആദ്യമേ അത് നോക്കിയിട്ട് പിന്നെ ഇതിന് റിയൽ ലൈഫ് കണക്ഷനും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. പ്രോസർപൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലൂട്ടോ തട്ടിക്കൊണ്ട് പോയി അണ്ടർഗ്രൗണ്ടിൽ പോയി കല്യാണം കഴിച്ചു. പ്രോസർപൈൻ എന്ന് പറയുന്നത് സെറസ് എന്നുള്ള ഒരു ഗോഡസിൻ്റെ ഡോട്ടറാണ്. അതുപോലെ തന്നെ ജൂപ്പിറ്ററിൻ്റെയും മകളാണ്. ജൂപ്പിറ്ററിൻ്റെയും സെറസിൻ്റെയും ഡോട്ടറാണ് പ്രോസർപൈൻ. അപ്പോൾ ഈ പ്രോസർപൈനെ പ്ലൂട്ടോ അണ്ടർഗ്രൗണ്ടിൽ ഇംപ്രിസൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ സെറസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോഡസ്, അവർ എർത്തിൽ ഫുള്ള് ഇതിൻ്റെ ദേഷ്യത്തിന് വേണ്ടി ഫെമൈൻ കൊണ്ടുവന്നു, അതായത് വരൾച്ചയൊക്കെ കൊണ്ടുവന്നു, പട്ടിണിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഫാമിൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും ജൂപ്പിറ്റർ എന്ത് ചെയ്തു, അതായത് നമ്മുടെ പ്രോസർപൈൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, ജൂപ്പിറ്റർ പെട്ടെന്ന് പോയി അണ്ടർവേൾഡിൽ പോയിട്ട്
പ്ലൂട്ടോയുടെ അടുത്ത് അതായത് പ്ലൂട്ടോയുടെ അടുത്ത് പറയുവാണ് തിരിച്ചെങ്ങനെയെങ്കിലും ഇവളെ വിടണം എന്ന് പറയുവാണ് എർത്തിലോട്ട്, പ്രോസർപൈനെ തിരിച്ച് വിടണം. അപ്പോൾ പ്രോസർപൈനെ അപ്പം പ്ലൂട്ടോ പറയുവാണ് അങ്ങനെ വിടാൻ പറ്റുകയില്ല, കാരണം പ്രോസർപൈൻ ഇവിടെ ഇംപ്രിസൻഡ് ആയിട്ടിരുന്ന സമയത്ത് ഇവിടുത്തെ പോംഗ്രാനേറ്റ് കഴിച്ചു എന്ന് പറഞ്ഞു, 6 സീഡ്സ് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അണ്ടർവേൾഡിൻ്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫ്രൂട്ട്സ് കഴിച്ചോ അത്രയും മാസം അല്ലെങ്കിൽ അത്രയും വർഷം അവിടെ സ്റ്റേ ചെയ്യണം, അതിൻ്റെ പകുതി അപ്പുറത്തും സ്റ്റേ ചെയ്യണം, അതായത് എർത്തിലും സ്റ്റേ ചെയ്യണം എന്നാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പോയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. അതായത് ജൂപ്പിറ്ററിൻ്റെ അടുത്ത് പ്ലൂട്ടോ ആണ് പറഞ്ഞത്. പ്ലൂട്ടോ എന്ന് പറയുന്നത് അണ്ടർവേൾഡിലെ രാജാവാണ്. ഓക്കെ, അപ്പോൾ പ്ലൂട്ടോ പറഞ്ഞു ഇനിയിപ്പം 6 മാസം ഇവിടെ താമസിക്കണം, 6 മാസം ഇവിടെ വേണം എർത്തിലും വന്ന് താമസിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോസർപൈൻ്റെ ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, പ്രോസർപൈൻ അതിങ്ങനെ പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് കണ്ടീഷനാണ് ആ പെയിൻറ്റിങ്ങിനകത്ത് ഉള്ളത്. ഇനി ഈ ഒരു പ്രോസർപൈനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ DG റോസറ്റിക്ക് ജെയിൻ മോറിസ് എന്നുള്ളൊരു സ്ത്രീയെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ പ്രോസർപൈനെ മോഡലായിട്ട് നിന്നത് ജെയിൻ മോറിസ് എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ വുമണാണ്. അവർക്ക് നല്ല ഡെലിക്കേറ്റ് ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെയാണ്, സ്ലെൻഡർ ഹാൻഡ്സ് ആണ്, നല്ല തിക്കായിട്ടുള്ള ഹെയർ ഒക്കെയാണ്. അപ്പോൾ റോസറ്റി ശരിക്കും പറഞ്ഞാൽ ജെയിൻ മോറിസിനെ കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജെയിൻ മോറിസ് വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വില്യം മോറിസ് എന്ന് പറഞ്ഞൊരു ആളെ കല്യാണം കഴിച്ചു. പക്ഷേ അവർ ഒരു അൺഹാപ്പി മാരേജ് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം, അതായത് ഇതുപോലെ ജെയിൻ എന്ന് പറയുന്നതും നമ്മുടെ പ്രോസർപൈനെ പോലെ ട്രാപ്ഡായിട്ട് നിൽക്കുവാണെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ DG റോസറ്റിക്ക് മനസ്സിലായി. സോ ആ 2 കണക്ഷനും കൂടി ഒറ്റ പിക്ചറിനകത്ത് പറഞ്ഞു പോവുകയാണ്. ജെയിനിനും അൺഹാപ്പി മാരേജ് ആണ്, അതുകൊണ്ട് ജെയിനും എന്തോ ഒരു അണ്ടർ വേൾഡിൽ ഇതുപോലെ ട്രാപ്ഡായിട്ട് നിൽക്കുവാണ് പ്രോസർപൈൻ എന്നുള്ള ഗോഡസിനെ പോലെ. അങ്ങനെ വെച്ചിട്ടാണ് ജെയിനെ മോഡലാക്കി ഈ ഒരു പെയിൻറ്റിങ് ആര് വരച്ചത്? നമ്മുടെ DG റോസറ്റി, അതായത് ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി വരച്ചിരിക്കുന്നത്. അപ്പോൾ ജെയിൻ എന്ന് പറയുന്നതും എന്താണ്, ഈ കല്യാണം പോലുള്ള ഈ ഒരു ട്രാപ്പിനകത്ത് വീണ് പോയി എന്നാണ് പറയുന്നത്. കല്യാണം എന്നുള്ളൊരു ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ച് അതിനകത്തങ്ങ് വീണ് പോയി എന്നാണ് ആര് പറയുന്നത്? ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രോസർപൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ DG റോസറ്റിയുടെ പേഴ്സണൽ ലൈഫുമായിട്ടും കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു പ്രോസർപൈൻ്റെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് 6 പോംഗ്രാനൈറ്റ് സീഡ്സ് കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു പോയട്രിക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസർപൈൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ ജെയിൻ മോറിസിൻ്റെ കണ്ടീഷനുമാണ് പറഞ്ഞു പോകുന്നത്. ജെയിൻ മോറിസിന് ഹസ്ബൻഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പിന്നെ 2 ഡോട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജെയിൻ മോറിസിൻ്റെ ലവറാണ് DG റോസറ്റി എന്ന് പറയുന്നത്. സോ ഈ 3 ഇതിൻ്റെ ഇടയ്ക്കും കൂടി ജെയിൻ മോറിസിൻ്റെ ആ ഒരു വല്ലാത്ത കണ്ടീഷനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസർപൈൻ ഒരു പോംഗ്രാനൈറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പോംഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിന് കാണാൻ സാധിക്കും, അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ പിന്നെ ഇവരുടെ അതുപോലെ ഐ എന്താണ്, ഇവരുടെ ഈ പ്രോസർപൈൻ്റെ കണ്ണിൻ്റെ കളറ്, ഈ ഒരു പിന്നെ പ്രോസർപൈൻ്റെ ലിപ്പിൻ്റെ കളറ്, അതെല്ലാം ഈ പോംഗ്രാനൈറ്റിൻ്റെ കളറുമായിട്ട് മാച്ചായിട്ടാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഇവരുടെ തൊട്ട് പുറകിലൊരു IV പ്ലാന്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ടൈമിനെ, അതായത് ഇവരുടെ മെമ്മറിയെ അല്ലെങ്കിൽ ടൈമിൻ്റെ പാസേജിനെയാണ് കാണിക്കുന്നത്. തൊട്ട് പുറകിൽ വീണ്ടും ഒരു ഷാഡോ വീഴുന്നുണ്ട്. ഷാഡോ എന്ന് കാണിക്കുന്നത് ഇവരുടെ അണ്ടർവേൾഡിലുള്ള ഇവരുടെ സ്റ്റേയാണ് കാണിക്കുന്നത്. ഒരു കുഞ്ഞ് സൺലൈറ്റിൻ്റെ ഒരു റേ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞ് സൺലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹോപ്പാണ്, എർത്തിലോട്ട് എന്തെങ്കിലും ചെല്ലാൻ പറ്റുമെന്നുള്ളൊരു ഹോപ്പാണത്. ഒരു കുഞ്ഞ് സൺലൈറ്റ്. അവരുടെ ഡ്രസ്സെന്ന് പറയുന്നത് അതായത് ഈ വെള്ളം ഒഴുകുന്ന കണക്കുള്ളൊരു ഡ്രസ്സാണ് അവരിട്ടിരിക്കുന്നത് ആ ഒരു പെയിൻറ്റിങ്ങിനകത്ത്. ഓക്കെ, അതെന്ന് പറയുന്നത് ടൈഡ്സ്, അതായത് തിരമാലകൾ ടേൺ ചെയ്യുന്നത് പോലെയാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു ഇത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങേര് നമ്മുടെ ഈ ഒരു റൈറ്റർ. പിന്നൊരു ഇവരുടെ പുറകിൽ തന്നെ ഒരു ഇൻസെൻസ് ബേണറുണ്ട്. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മോർട്ടാലിറ്റിയെ കാണിക്കുന്നതാണ്. പ്രോസർപൈൻ്റെ കണ്ണുകളെന്ന് പറയുന്നത് വളരെ സാഡൻ്റാണ്. അതുപോലെ തന്നെ ബ്ലൂ കളറാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇവർ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത്. സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അണ്ടർവേൾഡിലോട്ട് അല്ലെങ്കിൽ എർത്തിലോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് വിഷമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് കളറാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഈ ഒരു പോയം അല്ലെങ്കിൽ ഈ ഒരു പെയിൻറ്റിങ് നമ്മുടെ പോയറ്റ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം പോയറ്റും ഈ ഒരു പെയിൻറ്റ് ചെയ്തതും എഴുതിയൊരു പോയം എഴുതിയതും എല്ലാം ഒരാൾ തന്നെയാണ്, നമ്മുടെ ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പം ഇവരുടെ വേറൊരു എയിം എന്താണെന്ന് വെച്ചാൽ പ്രീ റാഫലേറ്റ് എന്താണ് പോയട്രിയുടെ അല്ലെങ്കിൽ ബ്രദർഹുഡിൻ്റെ വേറെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറുമായിട്ട് ട്രൂ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ കൈൻഡ് ഓഫ് മീനിങ് അല്ലെങ്കിൽ സിമ്പിളാണ് ഉള്ളത്. ആൻഡ് പിന്നീട്
നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. പോയം എന്ന് പറയുന്നത് ഒരു സോണറ്റാണ്. അത് അയംബിക് പെൻറ്റമീറ്റർ എന്നുള്ള ഉള്ള മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോയത്തിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. പ്രോസർപൈൻ എന്ന് തന്നെയാണ് പോയത്തിൻ്റെ പേരും. അത് പിന്നെ പോയത്തിനകത്താണെന്നുണ്ടെങ്കിലും പെയിൻറ്റിങ്ങിനകത്താണെന്നുണ്ടെങ്കിലും ജെയിൻ മോറിസ് എന്നുള്ള സ്ത്രീയെക്കുറിച്ചും കൂടിയാണ് എഴുതി പോയിരിക്കുന്നതെന്ന് നിങ്ങളെപ്പോഴും മൈൻഡിൽ വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം പ്രോസർപൈനാണ് ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. അവർ പറയുവാണ് far away the light that brings cold cheer unto this wall. ഇവരൊരു വോളിലോട്ട് ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ അണ്ടർവേൾഡിൽ നിൽക്കുന്നതിൻ്റെ ഇവരുടെ തൊട്ടടുത്ത് ഒരു ഹ്യൂജ് വോളുണ്ട്. ആ ഹ്യൂജ് വോൾ എന്ന് പറയുന്നത് അണ്ടർവേൾഡിനെയും എർത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂജ് വോളാണ്. അവർ പറയുവാണ് ദൂരെ എവിടെ നിന്നോ, അതായത് ഒരു കോൾഡ്നെസ് ആണ് ഈ ഒരു റൂമിലുള്ളതെന്നാണ് പറയുന്നത്. വളരെ കോൾഡാണ്. അണ്ടർവേൾഡ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ആൻഡ് കോൾഡ് വേൾഡാണ്. എന്നിട്ട് പറയുവാണ് ഈ ഒരു വോളിലോട്ട് എന്തോ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാലസ് ഡോറിലോട്ട്, അതായത് ഈ ഒരു വോളിലോട്ട് ഇങ്ങനെ റിഫ്ലക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈറ്റ് എന്ന് പറയുന്നത് എർത്തിൽ നിന്ന് വരുന്ന ലൈറ്റാണ്. അപ്പോൾ ദൂരെ എവിടെ നിന്നോ ഒരു ലൈറ്റ് ഈ ഒരു വോളിലോട്ട് വന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൾഡ് ചിയർ എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഹാപ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ട് അവർ വളരെ കോൾഡായിട്ടും ഇൻഡിഫറൻ്റായിട്ടും ഈ വോളിനെ സ്റ്റെയർ ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് കാണുന്നില്ല. ആൻഡ് അവർ ദൂരെയുള്ള പാലസ് ഡോറിലോട്ട് നോക്കുവാണ്. പാലസ് ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എർത്തിലുള്ള ഇവരുടെ പാലസ് ഡോർ, ഇവരുടെ പാലസിലെ ഡോറിനെ നമുക്ക് മീൻ ചെയ്യാം. അപ്പോൾ ഇവർ എർത്തിലുള്ള ആ ഒരു ലൈറ്റ് വഴി ഇവർ പാലസ്, ഇവരുടെ ആ പണ്ടത്തെ ഇവരുടെ വീട്ടിലെ ഡോറ് കണ്ടു. പിന്നെ അവിടെ വെച്ച് അവരെന്തൊക്കെയാണ് കണ്ടത്? ദൂരെ അവർ അവരുടെ ആ പാലസിലുള്ള ഫ്ലവേഴ്സ് കണ്ടു. എന്നിട്ട് പറയുവാണ് ഈ ഒരു ഡയർ ഫ്രൂട്ട് ഞാൻ കഴിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ട്രാപ്പിലായി പോയതെന്ന്. ഡയർ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഏതാണ്? പോംഗ്രാനൈറ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്യുള്ളൂ, അതിൻ്റെ 6 കുരു കഴിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ട്രാപ്പായി പോയെന്ന് പറയുവാണ്. ഇനി നമ്മുടെ അണ്ടർവേൾഡിലെ സ്കൈയെക്കുറിച്ച് പറയുവാണ്. അണ്ടർവേൾഡിലെ സ്കൈ എന്ന് പറയുന്നത് എന്താണ്? വളരെ ടാർട്ടേറിയൻ ഗ്രേ ആണ്, അതായത് വളരെ ഡാർക്ക് ഗ്രേ ആണ് ഇവിടുത്തെ സ്കൈ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ സ്കൈ, ഈ ഒരു ഡാർക്കായിട്ടുള്ള ഗ്രേ കളറിലുള്ള സ്കൈ കാണുമ്പോൾ എനിക്ക് വളരെയധികം കോൾഡ് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഞാൻ എന്തുമാത്രം ദൂരെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹോംലി എർത്തിൽ നിന്ന് എന്ന് ഇങ്ങനെ പറയുകയാണ്. ആൻഡ് ഇവിടുത്തെ നൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നൈറ്റ് മാത്രമല്ലേ ഉള്ളൂ അണ്ടർഗ്രൗണ്ടിൽ. അപ്പം ഇവിടുത്തെ നൈറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു അപ്പുറത്തെ ഡേ ആണ്. അതായത് ഇവിടെ 6 മാസം ഇവർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 6 മാസം ഇവർ എർത്തിലാണ് ഇവർക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റും ഡേയ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ കൗണ്ട് ചെയ്തിരിക്കുവാണ്. ഇവിടെ എനിക്ക് നൈറ്റ് ആണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഡേയ്സ് ആണ്, അതായത് എർത്തിലെ ഡേയ്സ് ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതെല്ലാം അങ്ങ് ദൂരെയാണ്. FR എന്നുള്ള വേർഡ് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. FR എന്ന് വെച്ചാൽ ഫാർ അവേ എന്നാണ്. അടുത്ത സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓൾഡ് സെൽഫ് ഇവർക്ക് നഷ്ടമായി പോയി. ഇവരുടെ ആ ഓൾഡ് ലൈഫ്, ഇവരുടെ ആ ഹാപ്പിനെസ് നിറഞ്ഞ ലൈഫ് ഇവർക്ക് നഷ്ടമായി പോയി. കാരണം പ്ലൂട്ടോ ഇവരെ പിടിച്ചുകൊണ്ട് വന്ന് തടങ്കലിലിട്ട് കല്യാണം കഴിച്ചേക്കുവാണ്. അപ്പോൾ ജൂപ്പിറ്റർ അന്വേഷിക്കാൻ പോയപ്പോഴും എല്ലാം ഇയാൾ പ്ലൂട്ടോ എന്താണ് പറഞ്ഞത്? പറ്റത്തില്ല, വിടാൻ പറ്റുകയില്ല. ഇവൾ പോംഗ്രാനൈറ്റ്, അതായത് ആ ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട്, പോംഗ്രാനൈറ്റ് ഫ്രൂട്ട്, ഇവിടുത്തെ പോംഗ്രാനൈറ്റ് ഫ്രൂട്ട് 6 എണ്ണം കഴിച്ചതുകൊണ്ട്, 6 സീഡ്സ് അതിൻ്റെ കഴിച്ചതുകൊണ്ട് 6 മാസം ഇവിടെയും 6 മാസം അവിടെയെന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഇനി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെൽഫിൽ നിന്ന് ഞാൻ വളരെയധികം ഡിഫറൻ്റ് ആയെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എൻ്റെ പഴയ സെൽഫല്ല എനിക്കിപ്പോൾ, എൻ്റെ പഴയ മനസ്സൊന്നുമല്ല എനിക്കിപ്പം. ആൻഡ് എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ ഒരു സൈനിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സിമ്പലിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഏത് സൈനിന് വേണ്ടി അല്ലെങ്കിൽ ഏത് സിമ്പലിന് വേണ്ടിയാണ് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ അണ്ടർവേൾഡിൽ? ഏതെങ്കിലും ഒരു ഹാർട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോള് വന്നിട്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാർട്ട് വന്നിട്ട്, അതായത് ഏതെങ്കിലും ഒരാൾ ഒരു മനുഷ്യൻ വന്നിട്ട് എന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമെന്ന് ഞാൻ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഇദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്ന് പറയുവാണ്. എന്നിട്ട് ഒരുമിച്ച് പറയുവാണ്, നമ്മുടെ പോയറ്റും പറയുവാണ്, നമ്മുടെ പ്രോസർപൈനും കൂടി ഒരുമിച്ച് പറയുന്ന ലൈനാണ് ഏറ്റവും ലാസ്റ്റിലുള്ളത്. വൂ ഫോർ മീ ദി അൺഹാപ്പി പ്രോസർപൈൻ, അതായത് എനിക്ക് വേണ്ടി കരയൂ എന്ന് പറയുവാണ്. ഞാൻ അൺഹാപ്പിയാണ്, എന്നിട്ട് പറയുവാണ് എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് കരയൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് കരയൂ, ഏതെങ്കിലും ഒരു സോള് വന്ന് എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഈ ലാസ്റ്റ് ലൈൻ എന്തുകൊണ്ടാണ് പോയറ്റും കൂടെ ഒരുമിച്ച് പറയുന്നത്? അതായത് ഒരുമിച്ച് പറഞ്ഞ് കരയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോസർപൈനും ഈ ലൈൻ പറഞ്ഞ് കരയുവാണ്. അതുപോലെ തന്നെ
പോയറ്റും ഈ ലൈൻ പറഞ്ഞ് കരയുവാണ്. അതായത് നമ്മുടെ ഡി ജി റോസറ്റി എന്ത് പറഞ്ഞിട്ടാണ് കരയുന്നത്? ജെയിൻ മോറിസിനെ ആലോചിച്ചിട്ടാണ് കരയുന്നത്. അതായത് അവരെ ആ മാരേജിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമ്മുടെ ഡി ജി റോസറ്റിക്ക് പറ്റുന്നുമില്ല. അപ്പം ഈ പ്രോസർപൈൻ ശരിക്കും പറഞ്ഞാൽ ജെയിൻ മോറിസാണ് മോഡലായിട്ട് നിന്നത്. ആ ജെയിൻ മോറിസിൻ്റെ മുഖമാണ് ഈ പ്രോസർപൈന് വരച്ചിരിക്കുന്നത്. അവരാണ് മോഡലായിട്ട് നിന്നത്. അപ്പോൾ പറയുവാണ്, എനിക്ക് വേണ്ടി കരയൂന്ന് ഇങ്ങനെ പറയുവാണ്. ഇങ്ങനെയാണ് നമ്മുടെ പോയം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നത് പ്രീ റാഫലേറ്റ് ബ്രദർഹുഡിനെ കുറിച്ച് ചോദിക്കാം. ഈ പ്രോസർപൈൻ എന്നുള്ള സ്റ്റോറി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ പ്രോസർപൈൻ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ പ്രോസർപൈൻ എന്ന് പറയുന്നത് അണ്ടർവേൾഡിലെ ഗോഡസ് ആണ് കേട്ടോ. പിന്നെ ഏതാണ് ഡയർ ഫ്രൂട്ട്? ഞാൻ പറഞ്ഞു പോംഗ്രാനൈറ്റ് ആണ് ഇവിടുത്തെ ഡയർ ഫ്രൂട്ട്. അതായത് അവർക്ക് ആ ഒരു കഷ്ടത കൊണ്ടുവന്ന ഫ്രൂട്ട് പോംഗ്രാനൈറ്റ് ആണ്. പിന്നെ മിത്തോളജി എന്താണെന്ന് പറയുമ്പോൾ പ്രോസർപൈനിൻ്റെ, അതായത് ഗോഡസിൻ്റെ സ്റ്റോറി വേണം പറയേണ്ടത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് മെലങ്കളി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് മെലങ്കളി എന്ന് വെച്ചാൽ ഇതിനകത്തെ ഒരു സാഡ്നെസ് എന്താണ് ഈ ഒരു പോയത്തിനകത്ത്, ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത്. അപ്പോൾ അത് രണ്ട് പോയം എഴുതിയാലും പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് വേണം എഴുതി വെക്കാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.